ഹായ് ഹലോ എല്ലാവർക്കും മെഹറിൻസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇടുന്നുള്ളത് ഒരു യാത്രാ വ്ളോഗാണ്. യാത്ര വെച്ചാൽ ഫോറസ്റ്റിലൂടെയുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യാനുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ. ഇങ്ങനെ പോയി നമ്മുടെ റോഡൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഫോറസ്റ്റ് പോലുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വയനാട് ബത്തേരി റൂട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ആ റൂട്ടിലാണിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഒരു കാടല്ല, ഒരു റോഡാണ്. നാട്ടിൻപുറം, അങ്ങനെ ഒരു നാട്ടിൻപുറം പ്ലസ് കാട്ടിൻപുറം എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള റോഡാണ്. അപ്പോൾ ഞങ്ങൾ എത്തി ലാസ്റ്റ് ഇവിടെ ഒരു പഴം വെച്ചിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തുന്നു. അതായത് നേന്ത്രപ്പഴം കൃഷി ചെയ്യൂലേ, അവിടത്തേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സിസ്റ്റർ എടുക്കുന്ന വീഡിയോസാണ് ഇതൊക്കെ. അപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ തോട്ടത്തിൻ്റെ അടുത്തുകൂടിയാണ് യാത്ര പോകുന്നത്. അപ്പോൾ നേന്ത്രപ്പഴം ഇങ്ങനെ കൊല വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പം കൊതിയായി. പക്ഷെ അവിടെ ഇതിനെക്കുറിച്ച് ചോദിക്കാനൊന്നും ആളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് വിട്ടു. കുറച്ച് അവിടുന്ന് വീഡിയോസൊക്കെ എടുത്ത ശേഷമാണ് വിട്ടിട്ടുണ്ടായിരുന്നുള്ളത്. എന്നിട്ട് ഞങ്ങൾ കുറച്ചങ്ങ് എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇനിയും വാഴത്തോട്ടം കണ്ടിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കുറച്ച് പഴമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, ഒരു കൊലപ്പഴം തരുമോ പൈസക്ക് എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു വണ്ടിയിൽ കറയാവും, അതുകൊണ്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ കുഴപ്പമില്ലാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്തായാലും തീർച്ചയായിട്ടും അത് വണ്ടിയിൽ കറ വരും, പുതിയ വണ്ടിയല്ലേ, അത് മോശമാവും, അതുകൊണ്ട് വേണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ കുറച്ച് പഴം തരുമോ ചോദിച്ചപ്പോൾ അവർ ക്യാഷൊന്നും വാങ്ങാണ്ട് ഞങ്ങൾക്ക് കുറച്ച് പഴമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജേണിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതാ പറഞ്ഞിട്ടുള്ളത്. ഇനി ആ പഴത്തിൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്ക് സംസാരിക്കാം. ഓക്കെ, അതുവരെ നിങ്ങൾ കണ്ടു നോക്കോളൂ. കാണുന്നില്ല, ആ വണ്ടിയിൽ നിറയെ പഴം കേട്ടാണ് കേട്ടോ ആ തോട്ടത്തിൽ നിന്ന്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതി തോന്നിയെന്ന് വെച്ചാൽ ഫ്രഷ് പഴുപ്പിക്കുന്ന ഇതൊന്നുമല്ല, പച്ചപ്പഴമാണ്, അതായത് പഴുക്കാറായിട്ടുള്ള പഴമാണ്. അപ്പോൾ അവരെ കണ്ടപ്പോൾ നല്ലോണം പണിയെടുത്ത് ക്ഷീണിച്ചിട്ടുള്ള ആൾക്കാരാണ്. കണ്ടപ്പോൾ എനിക്ക് ഒരു കൊല പഴം വീട്ടിലേക്ക് കൊണ്ടുവരാമെന്നൊക്കെ തോന്നിയിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവർ ഞങ്ങൾക്ക് കുറച്ച് പഴമൊക്കെ എടുത്ത് തന്നു ഗൈസ്. ആ പഴം ഞാൻ ഉമ്മാക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ആ ഒരു ഫ്രഷായിട്ട് വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പഴുത്ത പഴം ഉമ്മാക്ക് കൊടുത്തപ്പോൾ ഉമ്മാക്ക് ഉണ്ടാവുന്ന സന്തോഷമൊക്കെ കാണുമ്പോൾ ഒരു സുഖമല്ലേ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പഴമൊക്കെ വാങ്ങിയിട്ട് വിട്ടു ഗൈസ്. വിട്ടിട്ട് പെട്ടു എന്ന് പറയാം. 2-3 സ്ഥലത്ത് വണ്ടി ചെളിയിൽ താണു.
എന്താ വെച്ചാൽ മഴ പെയ്തിട്ട് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ചളിയായിട്ട് ഞങ്ങൾ ചളിയിൽ താണു. ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ അമ്മാതിരി ഭീകരാവസ്ഥയിലുള്ള ഒരു അവസ്ഥയായിരുന്നു ഗൈസ്. എന്തായാലും അവിടുന്ന് ഞങ്ങൾ റിക്കവറായിട്ട് വന്നു. അതൊക്കെ ഒരു ജേണിയാണ്, അത് ഓർക്കാൻ. ഇത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് മൊത്തത്തിൽ നിങ്ങളോട് ആ ഒരു കാര്യങ്ങളൊക്കെ പറയായിരുന്നു. ഇവർ ഞങ്ങൾക്ക് ഇതാ കുറച്ച് പഴം തന്നു, മറ്റേ ചേട്ടന് കുറേ പഴം തന്നു. അങ്ങനെ വണ്ടീൻ്റെ ബാക്കിലിട്ടു. ചെറുതായിട്ട് ഇങ്ങനെ പഴുത്ത് വരുന്ന പഴമാണ് തന്നിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പം ഞാൻ ഇടയ്ക്ക് വിശക്കുമ്പോഴത്തേക്ക് പഴമൊക്കെ എടുത്ത് തിന്നുന്ന ഒരു ഇതുണ്ടായിരുന്നു. പഴം എന്ന് പറഞ്ഞാൽ ഞാൻ ഭ്രാന്തിയാണ് ഗൈസ്, ഭ്രാന്തിയാണ്. നേന്ത്രപ്പഴം, കദളിപ്പഴം, മൈസൂർ പഴം അങ്ങനെയൊന്നുമില്ല. പഴം കിട്ടിയാൽ ഞാൻ അത്രയും കഴിക്കും. അതാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ ഞങ്ങൾ ആ തോട്ടത്തിൽ നിന്ന് പഴവും വാങ്ങി ഇങ്ങനെ ഇതിൻ്റെ കണ്ട് നമ്മൾ നെല്ലൊക്കെ ഉണ്ടാക്കുന്ന ഇതുണ്ടല്ലോ പാടം, ആ പാടത്തൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ എൻ്റെ പഠിച്ചോന മനസ്സിലുണ്ടാകുന്ന ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സുഖമാണ്. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ആ പാടത്തൂടെ യാത്ര ചെയ്യാൻ. അവസാനമാണ് ഞങ്ങൾ മേലെ മറ്റേ തേയിലത്തോട്ടത്തിൽ പോയിട്ടാണ് ഞങ്ങൾ പെട്ടിട്ടുണ്ടായിരുന്നുള്ളത്. കണ്ടില്ലേ വാഴത്തോട്ടം? എന്താ രസം കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. ഇവരൊക്കെ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് തിന്നുന്ന പഴങ്ങൾ. ഇത് കേരളമല്ല കേട്ടോ, ഇത് നീലഗിരി ഡിസ്ട്രിക്റ്റാണ്, തമിഴ്നാട് നീലഗിരി ഡിസ്ട്രിക്റ്റിലാണ് ഞങ്ങളുള്ളത്. പക്ഷെ അവർ മലയാളമാണ് സംസാരിക്കുന്നത്, പ്ലസ് തമിഴ്, അങ്ങനെ ഒരു മിക്സഡ് ആയിട്ട്. പക്ഷെ മലയാളം നന്നായിട്ട് സംസാരിക്കുന്ന ഒരിതാണ്. അങ്ങനെ ഞങ്ങൾ പോവാണ് ഗൈസ്. എന്തായാലും ഞങ്ങൾ കാട്ടിലൂടെ എത്തിയ ശേഷം ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് തരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടേ ഇരിക്കുക. ഓക്കെ. ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാട് പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ ഇത് കാടല്ല, ഇത് നാടാണ്. അപ്പം നാട്ടിൽ കണ്ടില്ല ആനകളെ
ഇതാക്കുന്നുണ്ട്, ആനകളെ കൊണ്ട് പണിയെടുപ്പിക്കുകയോ അങ്ങനെ എന്തോ ചെയ്യാണ് ഇവർ. 2 ആനകളെ, നല്ല കൊമ്പൻ ആനകളെ കണ്ടു ഗൈസ്. നല്ല മനം നിറയ്ക്കുന്ന കാഴ്ചകളായിരുന്നു. പിന്നെ സൈഡിൽ കൂടെ പശുക്കളും മൂരികളും ഒക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ ഇതും കണ്ട് ഞങ്ങൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കാട്ടിലേക്ക് കയറിയിട്ട് നോക്കിയപ്പോൾ ഒരു മാനിനെ പോലും കാണാൻ പറ്റിയിട്ടില്ല. ഞങ്ങളിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ യാത്ര പോവാണ്. അത് കുറച്ച് അങ്ങകലെത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു സാധനത്തിനെ കണ്ടു ഗൈസ്. വെയിലായത് കൊണ്ടാണോ എന്തുകൊണ്ടാണെന്നറിയില്ല, മൃഗങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് ഒരു മാനിനെ തന്നെ കാണണമെങ്കിൽ കുറേ ടൈം എടുത്തിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളത്. ഇത് ഫോറസ്റ്റിൻ്റെ അവിടെ തന്നെയുള്ള ഒരു അമ്പലമാണെന്ന് തോന്നുന്നു. ഒരു അമ്പലത്തിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്പലത്തിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. പിന്നെ ഞങ്ങൾ കാട്ടിലൂടെയുള്ള യാത്രയിൽ അവസാനം ഞങ്ങൾ മാനിനെയൊക്കെ കണ്ടു, കുരങ്ങന്മാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഇമ്മാതിരി ഇങ്ങനെ മൃഗങ്ങളെ കാണാത്ത യാത്ര എനിക്ക് ആദ്യമായിട്ടാണ്. അന്നൊക്കെ ഞാൻ ഇതേ മാസം തന്നെ പോയിട്ടുണ്ടായപ്പോഴത്തേക്ക് ഒരുപാട് മാനിനെയും കുരങ്ങനെയും മയിലിനെയും ആനനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് വീഡിയോ എടുത്തിട്ടില്ല. പക്ഷെ ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് ഒരു സാധനം പുറത്തു വന്നിട്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ നല്ല സങ്കടമായി. എന്താ വെച്ചാൽ ഞാൻ വന്ന തന്നെ മൃഗങ്ങളെ ആ ഒരു സൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ഫോറസ്റ്റ് സഫാരി ഒന്നല്ല നടത്തിയത്. നമുക്ക് ഫോറസ്റ്റിലൂടെയുള്ള നമ്മുടെ NH റോഡിൽ കൂടി ആണ്, നമ്മുടെ സ്വന്തം വാഹനത്തിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റ് സഫാരി ആണെങ്കിൽ നമുക്ക് എന്തായാലും കാട്ടിൻ്റെ ഉള്ളിലെത്തുമ്പോഴത്തേക്ക് മാനിനെയും പിന്നെ മയിലിനെയും അതേപോലെ തന്നെ ആനയും ഒക്കെ ധാരാളം നമുക്ക് കാണാൻ പറ്റും. പിന്നെ കടുവേനെയോ മറ്റൊക്കെ നമുക്ക് വല്ലപ്പോഴും കാണാൻ പറ്റത്തുള്ളൂ. കണ്ടില്ല പറയുന്നതിന് ഒരു കുരങ്ങച്ചനെ കണ്ടു ഞങ്ങൾ. അതും ഒന്ന് എന്താന്നറിയില്ല. ഇല്ലെങ്കിൽ ഈ മങ്കീസൊക്കെ ഒരുമിച്ച് കളിച്ച് ചിരിച്ച് നടക്കുന്ന സ്ഥലമായിരുന്നു ഇത്. ഒരു കുരങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. കണ്ടില്ലേ, കുറച്ചങ്ങോട്ടെത്തിയപ്പോൾ പിന്നൊരു കുരങ്ങനും. ഇവരെന്തോ പിണക്കത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ കാട്ടിലൂടെ ഈ ഘോര വനത്തിലൂടെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യാണ്. ഫ്രണ്ടിലൊക്കെ വാഹനമുണ്ട്, ബാക്കിൽ വാഹനമുണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇതാണ്. ഇത് ബോർഡാണ്, വെൽക്കം ടു കർണാടക. അതായത് ഞങ്ങൾ ഗുണ്ടൽപെട്ട് എത്തി, ഒരു കർണാടക ബോർഡർ എത്തി. അപ്പോൾ ഞങ്ങൾ ഒരു കുരങ്ങച്ചിനെ കണ്ടു, സന്തോഷമായി. അങ്ങനെ പോകുന്ന വഴിക്ക് ഓരോ സാധനത്തിനെ ഇങ്ങനെ തപ്പി നോക്കിയപ്പോഴത്തേക്ക് ദൂരെ മാൻകൂട്ടങ്ങൾ കണ്ടപ്പം മനസ്സും വയറും ഒന്നിച്ച് നിറഞ്ഞു. എന്താ വെച്ചാൽ വന്നിട്ട് ഒരു മൃഗത്തെ പോലും കണ്ടില്ല പറയുന്നതിന്. കുരങ്ങച്ചനെയും കണ്ടു, മാനിനെയും കണ്ടു. കണ്ടില്ലേ, കുരങ്ങച്ചനെ അവിടെ ഒഴിഞ്ഞ് മറിയുന്നുണ്ട് മരത്തിൽ. മാൻകൂട്ടങ്ങൾ എന്താ അറിയാല, അലാം കോള് കേട്ട പോലെ ഇങ്ങനെ ചെവി ഉയർത്തി ഒരു സൈഡിൽ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അലാങ്കോള് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല കടുവേനെയോ വല്ല ലെപ്പേഡിനെയോ വല്ല വലിയ മൃഗത്തിനെയോ കാണുമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും അല്ലായിരുന്നു. അവർ വെറുതെ എന്തോ കളിച്ച് നടക്കുന്ന ഒരു ഇതിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുരങ്ങച്ചിനെയും മാനിനെയും കണ്ട് കുറച്ചങ്ങെത്തിയപ്പോഴത്തേക്ക് ഒരാന, പിടിയാന ആണെന്ന് തോന്നുന്നു, പിടിയാനയാണ്. കൊമ്പൊന്നുമില്ല കക്ഷിക്ക്. അപ്പോൾ കക്ഷി ഒറ്റക്കാണുള്ളത്. പക്ഷെ കുറച്ച് ദൂരമൊന്നുമല്ല, കുറച്ച് അടുത്ത് തന്നെ ഉണ്ടായിരുന്നുള്ളത്. അങ്ങനെ ചെവിയൊക്കെ ആട്ടുന്നതുകൊണ്ട് വലിയ പ്രശ്നത്തിലല്ല എന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ ആനൻ്റെ കുറച്ചിങ്ങനെ വീഡിയോസ് ദൂരത്തുനിന്ന് എടുത്തു. അടുത്ത് പോകാനൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ റിസ്ക് അല്ല, അതുകൊണ്ട് ഇറങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വണ്ടി എടുത്ത് യാത്രയാവുകയാണ് ഗൈസ്. ദൂരത്ത് കുറേ മാനുകളൊക്കെ വെയിലുണ്ടായിരിക്കും ഇങ്ങോട്ടൊന്നും വരാത്തേന്ന് എനിക്ക് തോന്നുന്നു. ദൂരൊക്കെ മേഞ്ഞ് നടക്കുന്നുണ്ട് മാന. എന്നാലും മുമ്പത്തെ പോലെ കുറേ മാനിനൊന്നും കാണുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കാടൊക്കെ
കഴിഞ്ഞ് നാട്ടിലൂടെയുള്ള ഒരു യാത്രയാണ്. എന്താ വെച്ചാൽ ഒരു കാടിൽ നിന്ന് ഒരു കാടിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് നാടൊക്കെ സഞ്ചരിച്ച് വേണം എത്തണമെങ്കിൽ. ആദ്യം പിന്നെ മുത്തങ്ങ ഫോറസ്റ്റ്, പിന്നെ ബന്ദിപ്പൂർ ഫോറസ്റ്റ്, അത് കഴിഞ്ഞിട്ട് കുറച്ച് നാടൊക്കെ നടന്നിട്ട് മുതുമലൈ ഫോറസ്റ്റ് എത്തുന്നതിന് മുമ്പ് ബന്ദിപ്പൂർ ഫോറസ്റ്റ് കുറച്ചുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് മുതുമലൈ എത്താം. എന്നിട്ട് അതിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വരുമ്പോഴത്തേക്കാണ് ഞങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അവിടെ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ പഴത്തിലേക്ക് അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതിലേക്ക് കൂടി പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുറച്ച് മറ്റേ ചെമ്മരിയാടിനൊക്കെ കണ്ടു ഗൈസ്. ചെമ്മരിയാട് കണ്ടു ഞങ്ങൾക്ക്. പിന്നെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, എന്താ വെച്ചാൽ മറ്റേ കാളനൊക്കെ കെട്ടിയിട്ടുള്ള ഒരു വണ്ടിയില്ലേ, എന്ത് വണ്ടി, അത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കയറിയ സ്ഥലമാണ് ഇത്. നല്ല രസമുണ്ട്, പൂക്കളൊക്കെ ആയിട്ട് മരത്തിൽ മെയ് പൂക്കൾ നിറയെ ഉണ്ടായിരുന്നു. അതിലൂടെ പോകുമ്പോഴത്തേക്ക് എന്തോ രസം എന്നറിയാം. എവിടെയോ എത്തിപ്പെട്ട ഫീലാണ് നമ്മളുടെ ഇന്ത്യയിലേ അല്ല, എവിടെയോ എത്തിപ്പെട്ട ഒരു ഫീലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബന്ദിപ്പുര എത്തി. ആദ്യം ബന്ദിപ്പുരയാണ്. അവിടെ കുറേ മറ്റേ കുരങ്ങന്മാരുണ്ടായിരുന്നു. മറ്റേ ഈ കുരങ്ങനെ എന്താ പറയുക, എന്തോ പറയുന്നുണ്ട്, സിംഹവാലൻ കുരങ്ങോ അങ്ങനെ സിംഹവാലനല്ലാന്ന് തോന്നുന്നു. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. എൻ്റെ കുറച്ചങ്ങ് എത്തിയപ്പോഴത്തേക്ക് ഒരു പന്നിയെ കണ്ടില്ലേ, പന്നി അതിൽ കൂടി പോന്നു. പന്നിയെ കണ്ടിട്ട് ഈ ഒരു വനം എന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ ബന്ദിപ്പൂർ, കുറച്ച് ഇതായിട്ടുള്ള വനം എന്ന് പറയുന്നത് ഒരുമാതിരി ഉണങ്ങി ഇതായിട്ടുള്ള വനമാണ്. പക്ഷെ എന്നാൽ പോലും അവിടെ കുറേ മാങ്കൂട്ടങ്ങൾ മേയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നുള്ളത് ഈ പച്ചപ്പുള്ളതിനെക്കാട്ടിലും പച്ചപ്പ് കുറഞ്ഞെടുത്താണ് മൃഗങ്ങളുള്ളത്. മയിലിനെ കണ്ടില്ലേ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവർ മേഞ്ഞ് തീർക്കുന്നതാണ്. കണ്ടില്ലേ, ഒരു ആനനെയും കണ്ടു. അത്ര അടുത്തുനിന്നല്ലെങ്കിൽ കൂടി ഒരാനനെ കണ്ടു. ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് സൂം ചെയ്താ നേരത്തെ കാണിച്ചത്. ഇത്രയും ദൂരമുണ്ട്, അത്ര ദൂരമൊന്നുമല്ല, ആനക്ക് ഓടിയെത്താൻ വേണ്ടിയിട്ട് ചെറിയ ടൈം മതിയല്ലോ. അങ്ങനെ ഞങ്ങൾ ഈ ഫോറസ്റ്റിലൂടെ ഇങ്ങനെ യാത്ര പോകുമ്പോൾ മയിലുകൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അടാടെ നിന്നിട്ട്, അതും ആൺമയിൽ, അത് പീലി വിടർത്തി കണ്ടിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടാവുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഫോറസ്റ്റിലൂടെ പോയിട്ട് ഞങ്ങൾ മുതുമല ഫോറസ്റ്റിലോട്ട് കയറുന്നുണ്ട്. ബാക്കി അപ്പം സംസാരിക്കാം ഗൈസ്. കിടക്കുന്നു പിന്നെയും മയിൽ. അതിൻ്റെ വാലിൻ്റെ ഒരു വലുപ്പം നോക്കിയ, അത് വിടർത്തി നിന്നാൽ എന്ത് രസമായിരിക്കല്ലേ. ഒരു കുരങ്ങച്ചാര് നമ്മുടെ വണ്ടീൻ്റെ മേലെ കയറി അഭ്യാസം കാണിക്കുകയാണ്. പിന്നെ ഇവിടെ നോക്കിയാൽ കുറച്ച് കുരങ്ങാറുണ്ട്. ഞങ്ങൾ പിന്നെ മുതുമലൈ ഫോറസ്റ്റിലേക്ക് കയറുമ്പോഴത്തേക്ക് കണ്ട കാഴ്ചകളാണ്. കുറേ കുരങ്ങന്മാരുണ്ട്, സാധാ കുരങ്ങന്മാരാണ്. പിന്നെ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന കുരങ്ങന്മാരല്ലേ, അതാണ്. അങ്ങനെ ഞങ്ങൾ മുതുമല ഫോറസ്റ്റിലേക്ക് കയറി ഗൈസ്. കയറിയപ്പോഴത്തേക്ക് തന്നെ കുറേ മാങ്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. നോക്കിയാൽ ഒരുപാട് മാങ്കൂട്ടങ്ങൾ, കുറച്ചൊന്നല്ല. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷം. എന്താ വെച്ചാൽ വന്നിട്ട് ഒന്നിനെയും കണ്ടിട്ടില്ല എന്നുള്ള ആ ഒരു സങ്കടം തീർന്നിട്ട് കുറേ പേരിങ്ങനെ മേഞ്ഞ് നടക്കുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. ഒരുപാട് ഫസ്റ്റ് കയറിയപ്പോഴത്തേക്ക് ഒന്നും കണ്ടില്ലല്ലോ, പക്ഷെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കണ്ടു. ഇത് കണ്ടില്ലേ, ഇത് ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് മുതുമലൈ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് മറ്റേ മസ്നഗുഡി പോകില്ലേ, അവിടെ മസ്നഗുഡിക്ക് ഞങ്ങൾ കയറിയിട്ടില്ല. ഞങ്ങൾ നേരെ പോയിട്ട് ആകുമ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. ഗ്ലാസ്സിലൊക്കെ കണ്ടില്ലേ മഴയുടെ തുള്ളികൾ. അങ്ങനെ ഞങ്ങൾ പോയി പിന്നെ ഞങ്ങൾക്ക് ബത്തേരിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു ഉടുവഴി പോയതല്ല, ഞങ്ങളെ ഗൂഗിൾ മാപ്പ് ചതിച്ചതാണ് ഗൈസ്. ഗൂഗിൾ മാപ്പ് ഞങ്ങളെ എവിടെയൊക്കെയോ കൊണ്ടെത്തിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എത്തി ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരു ഇതിലായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾ വയനാട് എത്തി, ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങി. ബാക്കി വീഡിയോ നെക്സ്റ്റിൽ കാണിച്ചു തരാം. ഓക്കെ, ബൈ.